എല്ലാവർക്കും സുസ്വാഗതം. കളിക്കളത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാം, 0423824991 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സുകളാണ് ഓപ്പൺ ആകേണ്ടത്. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ടാൽ ഡ്രോപ്പ് ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ. അപ്പോൾ മറക്കണ്ട, സമ്മാനങ്ങളുണ്ട്. സമ്മാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഒരാൾ മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ ആ ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ 2 വലിയ ആൾക്കാർക്ക് പോകാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. കുട്ടികളുടെ ടിക്കറ്റ് ആയിരിക്കില്ല, വലിയ ആൾക്കാർക്കുള്ള ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ക്രോക്കഡൈൽ പാർക്കിൽ കിട്ടുകയും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം വേറെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ നൽകുന്ന ഒരു ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 ദിർഹംസിന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അതും അല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. അതായത് ഉജാലയുടെ ഫുൾ സെറ്റ് അടങ്ങിയ ഒരു കിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഇവിടെ നിന്ന് തന്നെ വന്ന് കളക്ട് ചെയ്യേണ്ടതായിരിക്കും. ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടതായിരിക്കും. അത്രയും സമ്മാനങ്ങളാണുള്ളത്. അത് ഒരാൾക്ക് ഒരു സമ്മാനമായിരിക്കും കിട്ടുന്നുണ്ടാവുക. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് സംഭവിക്കുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയശതമാനം വളരെ കുറവാണ്. അധികം ആൾക്കാർ ജയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 2 മിനിറ്റ് നേരം നിങ്ങളുടെ ശ്രദ്ധ വേറെ എങ്ങും പോകാതെ ഇവിടെ മാത്രം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഗെയിം ജയിക്കാൻ പറ്റുക. ശ്രദ്ധിക്കുക, 2 മിനിറ്റ് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമയമൊന്നുമല്ല. പക്ഷെ ആ ഒരു 2 മിനിറ്റ് നേരത്തിനിടയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പല വഴികളിലൂടെയും സഞ്ചരിച്ചെന്നിരിക്കും, പല രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചെന്നിരിക്കും. നിങ്ങൾ ഔട്ടായില്ല എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് അടികൂടുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഔട്ടാകുന്നുണ്ടാവുക. ഔട്ടായില്ല, ഇപ്പം മലയാളത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ ഞാൻ ഔട്ടല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഔട്ടാകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല രീതിയിലും നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ പല വഴികളും സഞ്ചരിക്കും. ഈ അക്ഷരങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും ഗെയിം എന്ന് ഞാൻ ടോണിയോട് ഊന്നി ചോദിക്കുകയാണ്. ഇല്ല എങ്കിൽ ടോണിക്ക് ഇന്ന് ഇത് കഴിയുമ്പോൾ നല്ല ഊന്നൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ചിലതൊന്നും മാറിയില്ല. കൂടുതൽ പാട്ടിൻ്റെ പാലായി നിറച്ചുകൊണ്ട് നിരഞ്ജൻ ഗെയിംസ് നിറച്ചുകൊണ്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളത് ടോണിയെ ഒന്നും കൂടി മുഖത്ത് എഴുതിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഊന്നി ചോദിക്കുകയാണ്. ഉണ്ടോ? എന്താണ്? കേട്ടില്ല. അല്ല, നീ ഇത് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാറ്റിയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമുകളെല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ടോണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. 0423824991 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലാണ് എന്നെ വിളിക്കാൻ പറ്റുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ നേരെ കോള് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും, ഇവിടെ വന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. 2 മിനിറ്റ് നേരം നിങ്ങൾ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണെന്ന് പറയുന്നു. ആ പറയുന്ന അക്ഷരത്തിൽ ഒരു ബോക്സ് ആണ്. ആ ബോക്സ് ഓപ്പൺ ആകുമ്പോൾ അതിനകത്തൊരു ഗെയിം ഉണ്ടാവും. ആ ഗെയിം ഇങ്ങനെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക എന്നുള്ളത് മാത്രമാണ്. അതായത് ആ വരുന്ന ഗെയിം തന്നെ കളിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിബന്ധന. ആ ഗെയിം പറ്റില്ല, എനിക്ക് വേറെ ഗെയിം വേണമെന്ന് പറഞ്ഞാൽ തരാൻ നിർവാഹമില്ല എന്നുള്ള ആദ്യം തന്നെ പറയാം. അപ്പോൾ വിളിക്കുമ്പോൾ ടി വിയിൽ ശ്രദ്ധിക്കാതെ വേണം വിളിക്കാനായിട്ട്. അതിൻ്റെ ഒരു 10 സെക്കൻഡ് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കോള് സംസാരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ടി വിയുടെ അടുത്ത് പോയിട്ട് ടി വിയിൽ നിന്ന് കേട്ടിട്ട് മറുപടി പറയാമെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഫോണിൽ തന്നെ സംസാരിക്കുക. നിങ്ങൾ ഇനി വീട്ടിലിരിക്കുന്നു, നിങ്ങൾ ടി വി കാണുന്നു, നിങ്ങൾ ജസ്റ്റ് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് സംസാരിക്കുക. ടി വിയിലുള്ളവർ വീട്ടിലുള്ളവർ ടി വിയിൽ കാണട്ടെ. നമുക്ക് ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ, ആരാണ്? നിത. നിത. നിത ഏതാ അക്ഷരം എടുക്കുന്നേ? ബി. ബി. യെസ്, ഓപ്ഷൻ ബി. ബി ഓപ്പൺ ആയി വരുമ്പോൾ എന്ത് ഗെയിം വരുന്നോ ആ ഗെയിം ആയിരിക്കും നിത കളിക്കേണ്ടി വരിക. വന്നിരിക്കുന്നത് എന്താണ്? പറഞ്ഞത് പറയണ്ട. അതായത് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എൻ്റെ സ്വന്തമാണ്. ആ വാക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്തുള്ള ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, അല്ലേ അല്ല എന്നുള്ള വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന വാക്ക് റിപ്പീറ്റ് ആണ്. ഒരിക്കലും റിപ്പീറ്റ് വരാൻ പാടില്ല. അത് മാത്രം, അതായത് തറുതലേ അല്ല കേട്ടോ. മനസ്സിലായില്ലേ ഗെയിം? മനസ്സിലായി. യെസ്, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. നിത എന്താ ചെയ്യുന്നേ? ചെയ്യുന്നു എന്ന വാക്ക് റിപ്പീറ്റഡ് ആണ് കേട്ടോ. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നു, ചെയ്യുക, ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി തെറ്റരുത്. ഞാൻ ഒന്നും കൂടി ടൈം റിട്ടേൺ. ഇനി തെറ്റരുത് കേട്ടോ. പൊതുവെ ഞാൻ അങ്ങനെ കൊടുക്കാത്തതാണ്. എന്നാലും നിരഞ്ജന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഞാൻ ഒരു ടൈം കൂടി തരികയാണേ. നിത, ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ അഗെയിൻ. അപ്പൊ ഇനി തെറ്റിക്കാൻ പാടില്ല. വീട്ടിൽ ആരൊക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്നേ? ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യാണ്. അവിടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
ഫ്രണ്ട്സിന്റെ കൂടെയാണോ താമസം? അതെ. അതെ. അവിടെ അത് പറഞ്ഞു തരാൻ ആരോ നിൽക്കണ്ടല്ലോ, ഏത് ഫ്രണ്ടാണത്? കുറച്ചു പേരുണ്ട്. ആ, അവരടുത്ത് കുറച്ച് സമയം മിണ്ടായിരിക്കാൻ പറ, ഒറ്റക്ക് മത്സരിക്കട്ടെ എന്ന് പറ. ആ, ഒറ്റക്ക് മത്സരിക്കാൻ പറ്റുമല്ലോ അല്ലേ? അവിടെ ആ ബാക്കിയുള്ള അവരടുത്ത് മിണ്ടായിരിക്കാൻ പറ, ഇത് ഇങ്ങനെ വർത്താനം പറയില്ലെന്ന് പറ. അവരെ പേരെന്താ? ഷൈനി. ഷൈനി. ആ ഷൈനി അടുത്ത് കുറച്ച് സമയം മിണ്ടായിരിക്കാൻ പറ, നമ്മൾ സംസാരിക്കുകയാണെന്ന് പറ. ഓക്കെ, പറഞ്ഞോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? ഇനി സംസാരിക്കല്ലേ കേട്ടോ, എനിക്ക് കേക്കാം ഷൈനി പറയുന്നത്. ആ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഷൈനിയും നിങ്ങളെല്ലാം ഒരു കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതോ വേറെ വേറെ കമ്പനിയാണോ? ഡിഫറെന്റ് എന്താ? എന്താണ് ഡിഫറെന്റ്? വേറെ വേറെ. നിങ്ങൾ മലയാളി അല്ലേ? അതെ. മലയാളി ആയിട്ടാണോ നിങ്ങൾക്ക് മലയാളം അറിയാത്ത പോലെ ഉണ്ടാകും? ഹലോ, ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. അപ്പോൾ അവര് വിൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒരു 45 സെക്കൻഡ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നിത കോൾ അഗെയിൻ. ഓക്കെ, നിതക്ക് വിളിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഗെയിം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിത കോൾ അഗെയിൻ, അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ടൈം തീരുന്നതിന് മുമ്പ് ഔട്ടായി പോയത് കൊണ്ട് തന്നെ നമുക്ക് വിന്നർ ലിസ്റ്റിലേക്ക് ഇടാനും പറ്റില്ല, എന്നാൽ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ 40 സെക്കൻഡ് 45 സെക്കൻഡ് ബാക്കിയുള്ളത് കൊണ്ട് ജയിച്ചായിട്ട് പറയാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വിളിക്കാൻ. ഇത് ഫോൺ കട്ടായി പോയത് ചിലപ്പോൾ ഈ ചെവിയിൽ വെക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാലും കോൾ ഡിസ്കണക്ട് ആവും, അങ്ങനെ എന്തെങ്കിലും പറ്റിയതായിരിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04238249 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. 8:30 to 9:30 എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കളിക്കളമായിട്ട് ഞാൻ ഉണ്ടാകുന്ന ദിവസം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ്. എല്ലാ ദിവസവും, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നിങ്ങൾക്ക് 3-in-1 7:30 to 8:30 കാണാൻ പറ്റും. 8:30 to 9:30 നിങ്ങൾക്ക് മുനീർ അൽവഫ ഷോ ബുധനാഴ്ച കാണാൻ പറ്റും. വ്യാഴവും വെള്ളിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക A&M എക്സ്പ്രസ് ആയിരിക്കും, മുരുകേശ്വരും ആതിരയും. അപ്പോൾ ആ ഷോസ് എല്ലാം കാണുക. എല്ലാ ഷോസിലൂടെയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടാവും. അത്തരം ഷോസ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഷോ ഉണ്ട്. പിന്നെ ഉച്ചക്ക് ലേഡീസ് ലോഞ്ച് എന്ന ഷോ ഉണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ആ, നിത, ഈ ഗെയിം തന്നെ എടുക്കുന്നോ അതോ വേറെ നമ്പർ ഓപ്പൺ ആക്കണോ? ഈ ഗെയിം തന്നെ മതി. പക്ഷെ ടൈമർ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാവും. ഓക്കെ, റെഡി അല്ലേ? ആ, ടിവിയിൽ ശ്രദ്ധിക്കാണ്ട് ഫോണിൽ തന്നെ ശ്രദ്ധിക്കണേ. പക്ഷെ എന്തോ ഒരു ചെറിയ ടൈം ലാഗിങ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറയണേ. ഈ നാട്ടിലേക്ക് വിളിക്കുന്ന ഒരു ഫീൽ, ഇവിടുന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആൻസർ വരുന്നത്. അതുകൊണ്ടാണ് ആലോചിച്ച് ഉത്തരം പറയാൻ നിൽക്കേണ്ട. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങിക്കഴിഞ്ഞു. നിത എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ലോജിസ്റ്റിക്സിൽ. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത് ലോജിസ്റ്റിക്സിൽ? കസ്റ്റമർ കെയറിലാണോ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ടെലിയാണോ? അല്ല. എന്താണ് ഇത്ര സമയം എടുക്കുന്നത്? ടിവിയിൽ നോക്കുന്നുണ്ടോ അതോ ഫോണിലോ അങ്ങനെ ഫേസ്ബുക്ക് വഴി എങ്ങാനും കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്തോ ഒരു ടൈം ലാഗിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ സമയം എത്രയായി ഇപ്പോ? ഇവിടെ തന്നെയാണ് വിളിക്കണേ. 8:41 കറക്റ്റ് ടൈം ആണല്ലോ. പക്ഷെ എന്താണ് ഇത്ര ലാഗ് അടിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ, എന്താ പ്രശ്നം അറിയില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിതയുടെ? എല്ലാരും ഉണ്ട്. ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ. അച്ഛൻ എന്താ ചെയ്യുന്നേ? ഇന്നെങ്ങാനും പറയൂ നിത. ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ആൻസർ ചെയ്യല്ലേ പ്ലീസ്. ആ ലൗഡ് സ്പീക്കർ ഒന്ന് കട്ട് ചെയ്യാവോ? ചെവിയിൽ വെക്കാവോ? ഓക്കെ. വീട്ടില് അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ KSEB എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ KSEB എന്നുള്ളതിൽ അച്ഛൻ എന്നുള്ള വാക്ക് റിപ്പീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ശരി. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ടീമായിട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ലൗഡ് സ്പീക്കർ ഇട്ട് എല്ലാവരും ചേർന്ന് മത്സരിക്കാൻ നിൽക്കരുത്. ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ ഇവിടെ. ആ ഒരൊറ്റ ഒരാളെടുത്താണ് നിങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾ എന്നെ അങ്ങനെ കൊല്ല ചെയ്യരുത്. നിങ്ങളിങ്ങനെ കൂട്ടത്തോടെ ആക്രമിക്കാതെ ഒറ്റക്കൊറ്റക്ക് വരുമ്പോഴല്ലേ എനിക്കും ഇങ്ങനെ മത്സരിക്കാൻ ഇത് പറ്റുള്ളൂ. ഹലോ, നമസ്കാരം. ആരാ? ഷർമിന. ഷർമിന, ഏതാ അക്ഷരം എടുക്കുന്നേ? സോറി, ഏതാ?
എഫ്. എഫ് എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. അതായത് സി ബി കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള എഫ് എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഷർമിന. ഷർമിന ഷർമിന മധുരം മലയാളം. മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. ടൈം സ്റ്റാർട്ട് നൗ. ഷർമിന, ടൈം തുടങ്ങി കഴിഞ്ഞു. ഷർമിന, ഇപ്പൊ എന്താണ് ഹോളിഡേയ്സ് ഒക്കെ? ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേയ്സ് അല്ലേ? ആസിഫ് ജോലിയൊക്കെ മാറിയോ? മാറി. പുതിയ കമ്പനിയിൽ അപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേ ആണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ലീവൊക്കെ? എങ്ങനെയാണ്? വ്യാഴം വ്യാഴം വെള്ളി ലീവ്. അപ്പൊ എവിടെയാ പോവാറ് വ്യാഴം വെള്ളിയൊക്കെ കറങ്ങാൻ? എവിടെയെങ്കിലും. എന്നാൽ ലാസ്റ്റ് എവിടെയാ പോയത് കറങ്ങാൻ? ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ പൊതുവെ പോകുന്നതല്ലേ നിങ്ങൾ? അതല്ലാതെ പുറത്ത് വേറെ കറങ്ങാൻ വേറെ എന്തെങ്കിലും ട്രിപ്പ് പോലെ ദൂരെ ലോങ് ഡ്രൈവ്? അവിടെ കുക്കർ അടിക്കുന്നു. കുക്കർ അടിക്കുന്നുണ്ടോ? കുക്കറിൽ എന്താ വെച്ചേക്കുന്നത്? ചെറുപയർ. ചെറുപയർ. അയ്യേ, ബീഫെങ്കിലും പ്രതീക്ഷിച്ച. ഇതെന്താണ് ചെറുപയറിലേക്ക് ഒതുങ്ങിക്കളഞ്ഞത്? ചെറുപയർ എന്ത് ചെയ്യാനാ? ചെറുപയർ കറിയോ? കോഴിയുണ്ട്. കോഴിയുണ്ട്. അല്ല, അത് ആസിഫ് ഉണ്ട്. ഓക്കെ, അല്ലാതെ വേറെ കോഴി എന്താ കറി വെച്ചിട്ടില്ലേ? ആസിഫ് ഉണ്ടോ അവിടെ? ഇല്ല. ടി വി കാണുന്നുണ്ടോ? ആരുമില്ലേ? ടി വി കാണാൻ ആരുമില്ലേ? ഇത് ടൈം എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. 2 മിനിറ്റ് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും 2 മിനിറ്റ് എന്ന് പറയുന്നു ഇവര്. മിസ്റ്റേക്ക്, എന്തോ മിസ്റ്റേക്ക് ആണ്. എന്തായാലും ജയിച്ചായിട്ട് കാണിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ ഷർമിന, എന്തായാലും 2 മിനിറ്റ് സംസാരിക്കാണ്ട് തന്നെ ജയിച്ചിട്ട് പോയി. എന്താന്നറിയില്ല. നോക്കട്ടെ, ഞാൻ ടോണീനെ കാണുന്നില്ല എനിക്ക്. ഇതാ 1 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കൾ. ഇത് ടെക്നിക്കലി വന്ന 1 മിനിറ്റ് ആണ്. ചെറിയ ചുമയുണ്ട്, ചുമയൊക്കെ മാറിക്കോളും. പക്ഷെ ആ 1 മിനിറ്റ് എനിക്ക് സങ്കടമുണ്ട്. ഹലോ, ഒരാൾ ഇങ്ങനെ തോപ്പിക്കാവോടാ എന്നെ? ഞാൻ ഇവിടെ ഒന്ന് പുഴുങ്ങല്ലേ, നീ ഇങ്ങനെ ചെയ്യാവോ? അത് ഭയങ്കര സങ്കടമായി. ഹലോ ഹലോ, ആരാണ്? പ്രിയ. പ്രിയ, ടി വിയിൽ ശ്രദ്ധിക്കരുതേ, ഫോണിൽ ശ്രദ്ധിക്കണേ. ഓക്കെ, ഏതാ അക്ഷരം എടുക്കുന്നേ? ഏത് ഇറുക്ക്? തമിഴ്, പാൻ ഇന്ത്യൻ. ഓക്കെ, എല്ലാ അക്ഷരവും ഉണ്ട്. ബിയും സി, ബിയും എഫും ഒഴികെ ബാക്കി എല്ലാ അക്ഷരവും ഉണ്ട്, പി വരെ. എ സി ഡി ഇ ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി. പി. കഥാപാത്രവും സിനിമയും. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും നിങ്ങൾക്ക്. ബിക്കോസ് ഞാൻ ഇതിപ്പോ തമിഴ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അതിന്റെ ഉത്തരം എങ്ങനെ പറയാൻ പറ്റുന്നത്? ഓക്കെ, ഞാനൊരു ചോദ്യം ഈ തമിഴ് സിനിമയിലെ ഡയലോഗ് ചോദിക്കും. അത് ഏത് സിനിമയിലാണ്, ഏത് താരമാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയണം. മൂവി നെയിം പ്ലസ് അത് ആക്ടർ ആണെങ്കിൽ ആക്ടർ, ആക്ട്രസ് ആണ് ആക്ട്രസ്. ആരാണ് നെയിം? ആമാ, 2 എണ്ണം കേൾക്കുക. ഓക്കെ, റെഡി താനേ? ഓക്കെ, ദ ഫസ്റ്റ് വൺ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഈശ്വര, അഴകാണ് വയസ്സാനാലും ഉന്ന അഴകും സ്റ്റൈലും ഇനിയും ഉന്നെ വിട്ട് പോവലെ. രജനി മൂവി. സിനിമ. സിനിമ എന്താണ്? രജനി മൂവിയാ? രജനി മൂവി. സിനിമയുടെ പേര്. ഓക്കെ, ആര് പറഞ്ഞത്? ഏത് നടികർ പറഞ്ഞിருக்கு? രജനികാന്ത് പറഞ്ഞതാ? ഈ ഡയലോഗ് പറഞ്ഞ ആർട്ടിസ്റ്റ് യാര്? രമ്യ കൃഷ്ണൻ. അതുதான் சொல்ல வேணும். ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് ഇത് 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 എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ 2 എണ്ണം ചോദിക്കും ഇനി. ഓക്കെ ഓക്കെ, ഒന്ന് ടൈമർ ഒന്ന് മാറ്റിയിട്ടേ. കാരണം എന്താ അറിയോ, അത് ആരെങ്കിലും ഒരു മൂവി പറഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ അവർക്ക് മാറിപ്പോയതാണ്. ടൈം മാറിയിട്ടുണ്ട്. സ്കെച്ച് പോടാമേ യാർ സ്കെച്ച് പോടുവേ? இந்த സ്കെച്ച് പോട്ടുന്ന യാർക്ക് യാർ സ്കെച്ച് പോട പോറേ? ഇത് അങ്ങനെ ഒരു സംഭവമാണ്. ഉദ്ദേശം മനസ്സിലായല്ലോ. ഓക്കെ, സിനിമ. സ്കെച്ച്, റൈറ്റ് ആൻസർ. ഓക്കെ, വേർക്കുന്നു. അടുത്ത സിനിമയുടെ കളിക്ക് വേറെ വരുന്നില്ല. ഈ അടുത്ത
അതെനിക്ക് അറിഞ്ഞൂടാ. അതായത് എന്താ മീസ മുറുക്കിക്കിട്ട് മുണ്ട് ലുങ്കി കെട്ടിക്കിട്ട് വന്ന് നിൽപ്പാന്ന് നനച്ചിയാ എന്ന് പറയുന്ന ഡയലോഗ്. അതിനകത്ത് ഒരു വേർഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്താണ് ആ സിനിമേന്റെ പേര്. ഇത് കറക്റ്റാ சொல்லுங்க. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഉത്തരം കിട്ടൂലേ? ലുങ്കി മുറുക്കിക്കിട്ട് മീസ പിരിച്ചിക്കിട്ട് എന്താ വന്ന് നിപ്പേന്ന് നനച്ചിയാ. ഇത് രജനി. ആരാ സിനിമ ഏതാ? രജനി റൈറ്റ് ആൻസറാ. ലുങ്കി മുറുക്കിക്കിട്ട് കബാലി റൈറ്റ് ആൻസർ. ഒരു രക്ഷയില്ല. ഓക്കെ, ആപ്പൊന്നും പറയണ്ട, പൊക്കോ. എന്താ ചെയ്യുന്നപ്പോ ഇന്നിപ്പം ജയിക്കുന്നതിന്റെ ദിവസമായി മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടുപേരും ജയിച്ചു. ലുങ്കി മുറുക്കിക്കിട്ട് മീസ പിരിച്ചിക്കിട്ട് മറുകു വെച്ചിക്കിട്ട് இந்த மாதிரி വന്ന് നിപ്പം നനച്ചിയ കബാലി എന്ന് പറയുന്ന ഡയലോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിക്കുന്നു. എനിക്ക് തമിഴ് അത്രയൊന്നും അറിയത്തില്ല. ഹലോ ഹലോ, ആരാ? തുളസിപ്രിയ. തുളസിപ്രിയ മലയാളി അല്ലേ? അതെ. ഒരു മലയാളിയെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഏതാ അക്ഷരം വേണ്ടേ? ഐ. തുളസിപ്രിയ. തുളസിപ്രിയ എവിടെയാ? നാട്ടിലെവിടെയാ? കണ്ണൂർ എവിടെ? കുഞ്ഞോങ്ങലോ? കുഞ്ഞോങ്ങലം റെയിൽവേ സ്റ്റേഷൻ അടുത്താ? ഏഴുമലയല്ലേ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ? ഏഴുമല റെയിൽവേ സ്റ്റേഷൻ ആണ്. പക്ഷെ കുഞ്ഞോങ്ങലം പിന്നെ മുച്ചിലോട് അറിയോ? മുച്ചിലോട് അറിയാം. ഹനുമാൻ അമ്പലത്തിന്റെ അടുത്തല്ലേ? ഐ എന്ന അക്ഷരം ഓപ്പൺ ആക്കും. ഐ ഓപ്പൺ ആയിട്ടുണ്ടല്ലേ? ഐ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ വരുന്നത് കഥാപാത്രവും സിനിമയും സെയിം. കഥാപാത്രവും സിനിമയും. ഓക്കെ, അതെന്തായിരുന്നു ഗെയിം? കഥാപാത്ര സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിനിമ ഡയലോഗുകൾ പറയും. അത് ഏത് സിനിമയിലാണ് എന്ന് കണ്ടുപിടിക്കണം. ഏത് സിനിമയിലാണ്, ഏത് നടനാണ്, നടിയാണ് പറഞ്ഞതെന്ന് പറയണം. ഏത് സിനിമയിലാണെന്നും ഏത് നടനാണ്, നടിയാണെന്നും പറയണം. 2 എണ്ണം ഉണ്ടാവും കേട്ടോ. ഒരു സിനിമയിലെ തന്നെ 2 ഡയലോഗ് അല്ല, 2 വ്യത്യസ്ത ഡയലോഗുകളായിരിക്കും. അത് ഏതൊക്കെ സിനിമയാണെന്ന് കണ്ടുപിടിക്കണം, ഏത് സിനിമയിലാണെന്ന് കണ്ടുപിടിക്കണം, ആരാ പറഞ്ഞതെന്നും കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ചോദ്യം. ഇതാണ് ഫസ്റ്റ് ചോദ്യം. ഇതാണ് 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന പയ്യനെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കേ. ഇങ്ങനൊരു കാര്യം കേട്ടില്ല. അവനിവിടെ വന്ന അവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും എന്ന് പറയുന്നൊരു സംഭവം. ദിലീപിന്റെ മൂവി അല്ലേ? എന്റെ ദൈവമേ, കറക്റ്റ് ആണ്. പക്ഷെ ആര് പറഞ്ഞാണ്, ഏത് സിനിമയാണെന്ന് പറയണം. മീനത്തിൽ താലികെട്ട് മൂവി. റൈറ്റ് ആൻസർ. ആരാ പറഞ്ഞതെന്ന് പറയണം. അതിപ്പോ ആരാ പറഞ്ഞ? അവന്റെ അച്ഛനാണോ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞു തരൂല, സത്യമായിട്ട് ഞാൻ പറഞ്ഞു തരൂല. എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. ഒന്നുകിൽ ജഗതി അല്ലെങ്കിൽ തിലകൻ. വേഗം ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേ, എന്നിട്ടാണ് എനിക്ക് ഇന്നാണെന്ന് പറയാൻ. മൂവി ഡയലോഗ് ആരാ പറഞ്ഞത്? തിലകനാണോ? തിലകൻ ഈസ് റൈറ്റ് ആൻസർ. അടുത്ത ഡയലോഗ് ഇതാണ്. നിന്റെ വാക്കിന് ശുദ്ധി വന്നിരിക്കുന്നു, മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. മംഗലശ്ശേരി നീലകണ്ഠനാണ്. ശാരം ഏതാ? രാവണപ്രഭുല് ഇന്നസെന്റ്. രാവണപ്രഭുല് മോഹൻലാല്. തെറ്റിപ്പോയി. രാവണപ്രഭുല് മോഹൻലാല് ഇങ്ങനെ പോകുമ്പോ നെപ്പോളിയൻ അവിടെ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് പറയുന്ന ഡയലോഗാണ് മോഹൻലാലിന്റെ അടുത്ത്. മംഗലശ്ശേരി എന്നുള്ള പേര് ഇനി നിന്റെ കൂടെ ഇല്ല, എന്താണ് ആനക്ക് നെറ്റിപ്പെട്ട പോലെ നീ കൊണ്ടു നടക്കുന്ന ആ പേര് എനിക്കില്ല എന്ന് പറയുമ്പോ മോഹൻലാൽ പറയും നിന്റെ വാക്കിന് ശുദ്ധി വന്നിരിക്കുന്നു, മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്നതാണ്. എന്തായാലും സന്തോഷം, ഔട്ടാക്കിയിട്ടുണ്ട് കേട്ടാ. അവിടെ എല്ലായിടത്തും പറഞ്ഞിട്ട് ഒന്ന് ലഡൊക്കെ വിതരണം ചെയ്തേക്ക്. ഓ, എന്തൊരാശ്വാസം എന്നറിയും ഒരാൾ നോക്കുമ്പോൾ. സത്യമായിട്ട് ഒരാൾ ജയിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ കയറും. ഇങ്ങനെ ജയിക്കുമ്പോ എന്തുകൊണ്ടാ ടെൻഷൻ വരുന്നേ, തോക്കുമ്പോ എന്തുകൊണ്ടാ ടെൻഷൻ വരുന്നത്? ഹലോ ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം, ഷൈനിയാണ്. വന്നല്ലോ ഷൈനി. അവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് എല്ലാരും കൂടെ ചേർന്ന് ആക്രമിക്കാൻ പാടില്ല. നെഹി നെഹി. ഓക്കെ ഓക്കെ, റെഡി. അക്ഷരം ഏത് നമ്പർ? അക്ഷരം ACDE
EGHJKLMNO. ജി. ഓക്കെ ജി. ഷൈനി എന്താ ചെയ്യുന്നേ? ഷിപ്പിംഗ്. ഷിപ്പിംഗ്. ഓ, ഷൈനിക്ക് വന്നത് മധുരം മലയാളം. ഇവരുടെ ഇപ്പൊ മലയാളം പറ്റൂല, അപ്പൊ സെന്തമിഴ്. അപ്പൊ നിങ്ങൾ തമിഴിൽ മട്ടും சொல்லணும். ഓക്കെ, ഇംഗ്ലീഷ് சொல்லக்கூடாது. ഹലോ, ഇംഗ്ലീഷ് പറയാൻ പാടില്ല, ഓൺലി തമിഴ്. സെന്തമിഴ്. ശരി. അപ്പൊ അവിടെ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിയല്ലോ, ഒറ്റക്കാണല്ലോ? തനിയതാ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അവിടെ സോറി, നിങ്ങളുടെ റൂമിൽ മൊത്തം എത്ര പേരുണ്ട്? അറയില്ല. 10 പേര് ഒരേ കമ്പനിയാ ഇല്ല ഡിഫറെന്റ് കമ്പനിയാ? വേറെ തന്നെ. ഇതിന്റെ തമിഴ് ഇങ്ങനെയായിരുന്നല്ലേ, ഉലകത്ത്. അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാരും എങ്ങനെ പുറത്തൊക്കെ കറങ്ങാനൊക്കെ സിനിമക്കൊക്കെ പോവോ? സിനിമക്ക് പോകുമ്പോ എല്ലാരും തമിഴാ ഇല്ല മലയാളീസ് ഉണ്ടാ? മലയാളം എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ സിനിമക്കൊക്കെ പോകുമ്പോ എങ്ങനത്തെ സിനിമക്ക് പോവോ? മലയാളം സിനിമക്ക് പോവോ, തമിഴ് സിനിമക്ക് പോവോ? ഏത് സിനിമക്കും പോവല്ല? തമിഴ് മഞ്ഞുമൽ ബോയ്സ് പാക്കല? പാക്കണം. പിന്നെ മഞ്ഞുമൽ ബോയ്സ് OTT എല്ലാം വന്നാച്ചല്ലേ, അപ്പൊ അതില് പാക്കലാമേ. പാക്കണം പറ. മഞ്ഞുമൽ ബോയ്സ് സിനിമ OTT-ലെല്ലാം വന്നല്ലേ? விருப்பில்லையா? ஏன்? உங்களுக்கு பிடிச்ச நடிகர் யாரு? அஜித். அஜித் தலா படம் வரல, அதனாலதான் விருப்பம் இல்லாம இருக்க. அப்போ ரஜினிகாந்த் எல்லாம் பிடிக்காதா? ரஜினிகாந்த் பிடிச்ச மூவி எது? ரஜினிகாந்த் உங்களுக்கு பிடிச்ச மூவி எது? படையப்பா. வேற எதுவும் பாக்கலையா? பழைய படம் மட்டும் பிடிக்கும். அப்படியா? வேற படம் ஒன்னும் பிடிக்கலையா? ഇല്ല, പിടിക്കല. ഇപ്പൊ ഈ ഇത് അജിത്തിന്റെ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാ? അജിത്ത് ഒരുപാട് ടൈംസ് കണ്ട സിനിമ அப்படி இல்ல. ஏது சினிமா இருக்கு? மட்டும் பாத்திருக்கேன். ஏது? ஒரு தடவை மட்டும் பாத்திருக்கேன். அது ஏன் அஜித் அப்ப அவ்வளவு பிடிக்கும் சொல்லியும் டைம் அவுட் ജയിച്ചു പോരെ. ഇവര് തമിഴ് ആൾക്കാർ മൊത്തം ജയിച്ചിട്ട് പോകാനുള്ള വിഷയമാ. ഷൈനി ഈസ് വിന്നർ. ഞാനൊന്ന് ഉഷാറാവേണ്ടിയിരിക്കുന്നു. ഹലോ. നമസ്കാരം. ആരാ? വിദ്യ. ടിവിയുടെ വോളിയം ഒന്ന് കുറക്കാവോ, അല്ലെങ്കിൽ ഒന്ന് മാറിക്കാവോ? ടിവിയുടെ വോളിയം കുറച്ചിട്ട് ആണോ? പക്ഷെ എന്തോ ഭയങ്കര ഒരു ഷൂന്നൊരു സൗണ്ട് ഉണ്ട്. മഴയുണ്ടോ അവിടെ? മഴയല്ല, ഫാനിന്റെ. ഫാൻ ഒന്ന് ഓഫ് ചെയ്താലോ? നമുക്ക് AC ഇട്ടൂടെ? ഓക്കെ. ഏതാ അക്ഷരം വേണ്ടേ? എ. വിദ്യ എന്താ ചെയ്യുന്നത്? വിദ്യ എന്നുള്ള പേര് കേട്ടിട്ട് ചെറിയ പ്രായമുള്ള ആള് പോലെ ഉണ്ട്, അതോ നല്ല പ്രായമുള്ള ആളാണോ? മിഡിൽ എന്ന് പറയുമ്പോ ഒരു 50 ബിലോ. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് കഥാപാത്രവും സിനിമയും. ഇവൻ മാറ്റിയിട്ടില്ല കേട്ടോ ടോണി, മിച്ചതില്ല കേട്ടോ. എനിക്ക് കേട്ടൂടാ നീ പറഞ്ഞത് എന്താണെന്ന്. കഥാപാത്രവും സിനിമയും. ഞാൻ 2 ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലാണ് ആരാണ് പറഞ്ഞതെന്ന് പറയണം. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങുന്നു. ഒരു പാതാളക്കരണ്ടി കിട്ടുമോ? അല്ലേ വേണ്ട, നമുക്ക് കിണറിൽ ഇറങ്ങി തന്നെ എടുത്തേക്കാം. പാതാളക്കരണ്ടി കിട്ടുവോ? അല്ലേ വേണ്ട, വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങി തന്നെ എടുത്തേക്കാം. ഒരു ക്ലൂ തരുമോ? ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് അവാർഡുകൾ ഒരുപാട് വാരിക്കൂട്ടിയ സിനിമയാണ്. മലയാളത്തിൽ ഇത്രയും അവാർഡുകൾ മേടിച്ച വേറെ സിനിമ ഉണ്ടോ എന്ന് തന്നെ സംശയം. ആരാ? ജഗതി ഉണ്ട് അതിനകത്ത്. ജഗതി ഇല്ലാന്ന് തോന്നി ഈ സിനിമയില്. ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഗണേഷ് കുമാർ ആണ്.
മണിച്ചിത്രത്താഴിൽ ആ പിന്നെ ഇന്നസെന്റിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ പറയുന്ന ഡയലോഗ്. അതെ 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 അതെ. കിണറ്റില് തൊട്ടി പോയിട്ട് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന. ഓക്കെ, എന്തായാലും സന്തോഷം. അങ്ങനെ ഒരാളെ കൂടി തോപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓരോരാളും തോക്കുമ്പോ എന്റെ ഇതിങ്ങനെ കൂടി വരും, മനസ്സിലായോ? എന്റെ രൂപ ഇങ്ങനെ വലുതായി അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണടാ. തോക്കുന്നോറും ഞാൻ ചെറുതാണോ വലുതാണോ അങ്ങനെ. ഹലോ ഹലോ, നമസ്കാരം. ആരാ? അഫ്ര. അഫ്ര. ആ ഓക്കെ, അഫ്ര. ഞാൻ പേടിച്ചു, ഇത് ആരാ വിളിച്ചിട്ടോ എന്താ പറയുന്നു മനസ്സിലായില്ല. അഫ്ര ഏതാ അക്ഷരം? കെ. അഫ്ര. അഫ്ര എവിടുന്ന വിളിക്കുന്നേ? ദുബായ്. എവിടെയാ? വർക്ക. യെസ്. കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും, അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി അല്ലേ? ഇന്ന് ഷോ 8:30 മുതലേ കണ്ടു തുടങ്ങിയിരുന്നോ? ഷോ സ്റ്റാർട്ടിങ് മുതൽ കണ്ടു തുടങ്ങിയിരുന്നോ? ശരി, അപ്പൊ ഞാൻ ഒരു ക്ലൂ ഉള്ള സിനിമയാണ് തരുന്നത്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഈ സിനിമയില് ഒരു ഏട്ടനും ഒരു അനിയത്തിയുമാണ് ഉള്ളത്. ഏട്ടനും അനിയത്തിയും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. ഏട്ടൻ ഒരു എന്താ പറയാ +1 +2 ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ഒരു ഏട്ടനായിരുന്നു. അനിയത്തി കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരു അനിയത്തിയായിരുന്നു. ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അനിയന്റെ കൂടെ ചേട്ടന്റെ കൂടെ പഠിച്ച പല ആളുകളും ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മിലിറ്ററിയിലൊക്കെ ചേർന്ന് അവർ മിലിറ്ററിക്കൊക്കെ പോയി അവരങ്ങനെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കായിരുന്നു. ഈവൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഒരു പോസ്റ്റ് മാസ്റ്ററാണ്, പോസ്റ്റ്മാൻ, അങ്ങനെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ആളുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അധ്യാപകൻ താമസിക്കുന്നുണ്ട്. അധ്യാപകനും ഈ മോനുമായിട്ടും ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഈ ചിത്രത്തിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏട്ടന്റെ ഒരു കൂട്ടുകാരന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയെടുക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ, ഒരു സ്ത്രീധന പ്രശ്നമൊക്കെ വന്നപ്പോൾ ആ കല്യാണം മുടങ്ങിപ്പോയി. ആ കല്യാണം മുടങ്ങിപ്പോയപ്പോൾ ഈ അവിടുന്ന് ചെറിയ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഇവൻ എന്തോ പറയുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങളാണ് കെട്ടുമെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയാ ഞാനാണ് കെട്ടിയനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഇസ് റൈറ്റ് ആൻസർ. ഞാൻ ഇപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചെങ്കിൽ ഈ സിനിമ കുറച്ചു നേരത്തെ അതിൻ്റെ അകത്ത് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ് കിട്ടട്ടെ വിചാരിച്ചിട്ട് തന്നെ പറഞ്ഞാണ്. എന്തായാലും ഒരുപാട് സന്തോഷം, അഫ്ര കൂടി ജയിച്ചു. അങ്ങനെ ഇപ്പൊ മറ്റേ ഇത് പ്രകാരം ഞാൻ ചെറുതാവേണ്ട സമയമായി. ഹലോ, ആരാ? പേടിച്ച നിക്കില്ല, ഞാൻ മലയാളിയാണോ? എന്റെ ദൈവമേ, ഇത് എന്താണിത്? ഏതാ അക്ഷരം? അക്ഷരം ഏത് അക്ഷരം വേണോ നിങ്ങൾക്ക്? ഇ. ഓക്കെ, ഇ. എങ്ക ഉങ്ക തമിഴ്നാട്ടിൽ എങ്ക? പോണ്ടിച്ചേരി. ഓ, പോണ്ടിച്ചേരി നമ്മൾ ധാരാളமா കേട്ടിருக்கு. பாட்டுமால நம்ம பாடலாமா? பாடலாம், ஆடலாம். இந்த பாட்டு வந்து உங்களுக்கு தமிழ் மலையாளம் எது வேணாலும் பாடலாம். ஓகே. அப்ப பாட்டுமாலன்னா உங்களுக்கு ஒரு வேர்டு தருவேன், அந்த வேர்டுல இருந்து ஒரு பாட்டு பாடணும். அந்த வேர்டு எங்க வேணாலும் வரலாம். ஓகே, ആ പാട്ട് പാടി അതിൽ ഇருந்து വേറൊരു വേർഡ് ഞാൻ മിക്കവാറും ഇവിടെ വാക്ക് തൊണ്ടേ കുരുങ്ങി ചാവും. இதுல நான் சொல்லும் போது அந்த பாட்டு நீங்க பாடும்போது அதிலிருந்து நான் ஒரு வேர்டு எடுக்குவேன், அந்த வேர்டு திரும்பி தருவேன். அப்ப அந்த வேர்டு வருந்த மாதிரி ஒரு பாட்டு பாடணும். எப்படி இருக்கு என் தமிழ்? എന്റെ ദൈവമേ. മനസ്സിലായോ? അപ്പൊ പാട്ട് ഞാൻ തരുന്ന വാക്ക് വെച്ചിട്ട് വേണം പാടാൻ. അപ്പൊ ഫസ്റ്റ് വേർഡ് വന്ന് ടൈം സ്റ്റാർട്ട് നൗ. 7 പാട്ട് പാടണം. ഓക്കെ, 7 പാട്ട് 2 വരി പാടിയാ പോതും. ഓക്കെ, 2 lines 3 lines. ഓക്കെ ഓക്കെ ഓക്കെ. വേർഡ് വന്ന് കാതൽ. காதல் என்ற வாக்கு எங்கேயாவது வந்தா போதும், அங்க இங்க எங்கேயாவது வந்தா போதும். டைம் ஸ்டார்ட் பண்ணியாச்சு. காதல். நான் ஒரு ஃபார் எக்ஸாம்பிள் ஒரு பாட்டு பாடலாமா?
பாடுறேன் பாடுறேன். அது காதல் ரோஜாவே எங்கே நீ எங்கே அந்த மாதிரி பாட்டு பாடலாம். ஓகே, அந்த காதல் வேர்ட்ல வேற பாட்டு பாடுங்க. ஓகே. ஓஹோ காதல் கவியே நீ என் அருகில் வந்தாலே உலகம் ஏன் ഉലകം. നെക്സ്റ്റ് വേർഡ് ഉലകം. ഉലകം ഉലകം, ഉലക, ഉലകി, ഉലകി, ഉലകോ എന്ത് വേണം ആക്കാം. ഉലകിൽ ഏതല്ല അതിശയങ്ങൾ. ആ പാട്. പുരിയില്ല. പാട് പാട്, നിപ്പാട്ടാതെ. അയ്യോ, 2 lines മിനിമം. ഞാൻ തമിഴ് ടൈം പോയിട്ടേ ഇருக்கு, പെട്ടെന്ന് പാടുங்க. പാട്. உலகில் ஏதல்ல அதிசயங்கள் வாய் பேசும் பூவே நீ. പൂവ്. പൂവ് പൂവ് പൂവ്. തേർഡ് വൺ പൂവ്. പൂക്കളേ சற்று ഓയ് വിടുങ്കേ. അവൾ വന്ന് വിട്ടാ. അവൾ. അവളാ. അവള് ഇവളെല്ലാം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അവയൻ അവയെന്ന എന്ന 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 അഞ്ജലി. അതെ, നീ ഇപ്പൊ പാടണ്ട, കഴിഞ്ഞു, സമയം കഴിഞ്ഞു. തമിഴ് ആൾക്കാരെ പാട്ട് പാടി തോച്ചി. ഞാൻ ശരിക്കൊരു സംഭവം ഞാൻ ഇപ്പഴാ പക്ഷെ എന്റെ തമിഴ് കേട്ട് ആരും ബോധം കെടരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. തമിഴ് വാക്കുകൾ ഉപയോഗിക്കരുത്, തൊണ്ടയിൽ കുരുങ്ങും. ഞാൻ ഇവിടുന്ന് പെടുന്ന പാട് നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ല, ലൈവ് ആയതുകൊണ്ടാണ്. ചത്തു. ഹലോ ഹലോ, ആരാ? ഞാൻ ചുമച്ച് ചാവ്. ആരാ ഇത്? ശശീന്ദ്ര. എന്റെ ശശിയേട്ട, ഇവിടെ മലയാളികൾ ഇല്ല, ഇവിടെ തമിഴന്മാരാണ് മൊത്തം. തമിഴ് ആൾക്കാർ മൊത്തം പണ്ട് നമ്മളെ മൊത്തം മലയാളികൾ ഇപ്പൊ തമിഴ് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ ഇതേ ബംഗാളികൾ വന്ന പോലെ കളിക്കളം മുഴുവൻ തമിഴാളികളാണ് മുഴുവൻ. ഞാൻ എന്താ ചെയ്യ, എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഹിന്ദിക്കാരാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു പിടിച്ച് നിന്നേനെ, പക്ഷെ ഇതിപ്പോ കിട്ടുന്നില്ല എനിക്ക്. ഒരക്ഷരം പറഞ്ഞു നോക്കട്ടെ, മലയാളത്തിലൊരു ഗെയിം കളിക്കട്ടെ. എന്നോ? ആ, എം എൻ നമ്പ്യാരുടെ ഈ എം എൻ നമ്പ്യാരുടെ വീട് എവിടെയാന്നറിയോ? തലശ്ശേരിയാ. കണ്ണവരം. കണ്ണവരം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് എം എൻ നമ്പ്യാരുടെ വീട്. വന്നിരിക്കുന്ന എന്താണ്? അന്താക്ഷരി. സിമ്പിൾ അല്ലേ? അന്താക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. സമയം നോക്കി കളിക്കണം, ചേച്ചി പറഞ്ഞിരുന്നുണ്ട്. സമയം നോക്കി കളിച്ചോണം, അതാണ് മെയിൻ ടാസ്ക്. ഇപ്പൊ തമിഴ് ആൾക്കാരും കൂടി കാണുന്നത് കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു സംവിധാനം ചെയ്തെന്ന് പറഞ്ഞാൽ മലയാളവും തമിഴും പാടാം കേട്ടോ. മാപ്പിളപ്പാട്ടും നാടൻ പാട്ടും ഇല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങിത്തരാം. മാനസമൈനേ വരൂ, മധുരം ഉള്ളിൽ തരൂ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി, തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഭയങ്കര ആഗ്രഹം തന്നെ. ചെറുപ്പക്കാരിന്റെ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പൊന്നാപുരത്തോണിയോ. തോണിയോ? പിന്നെയും തല്ല് കിടക്കുന്നവരെ താമസമെന്തേ വരൂ. കംപ്ലീറ്റ് പ്രണയമാണല്ലോ. എന്ത് നായോ? പ്രാണസഖി. അപ്പൊ സായല്ലേ? സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. സല്ലാപമേ അത് മതി. രണ്ട് അത് സുഗമോദേവിക്ക് 2 പേജല്ലേ ഉള്ളൂ. നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം
ഗംഗേ 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 നിരഞ്ജ ത്രിപുട കേട്ടുണർന്നു വന്നു ഗംഗേ ഗ. ഞാൻ അതിന്റെ ഇടയിലെ മറ്റേ വാക്ക് പാടിയിട്ടുണ്ട്. ത്രിപുട കേട്ടുണർന്നു വന്നു നിന്റെ ഗംഗേ. ഗഗനമേ ഗഗനമേ ഗ. കനലോല വീതികളിൽ വേണുവൂതുമാട്ടിടയൻ. ആട്ടിടയൻ, ഇടയൻ ഈ ഇന്ദ്രവല്ലിപ്പു അവിടെ ഇരുന്ന് പാടിക്കോ, അതാ നല്ലത്. സമയം കഴിഞ്ഞു പോയി. ഇന്ദ്രനീലിമയോളും എന്ന് പാട്ട് പാടായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞു, എന്തായാലും കുഴപ്പമില്ല. അത്ര സെറ്റ് ചെയ്യാം. ഇന്ന് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഭാര്യയായിട്ട് ഭർത്താവും ഭാര്യയും ചേർന്നിരുന്ന് ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ഇരിക്കും. വെറുതെ അല്ല പഴയ പാട്ട് എടുത്തോണ്ട് വന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ നേരത്തെ പാടിയില്ലേ, അതിനകത്തുള്ള ആ ചെറുപ്പക്കാരി, അതാരാണ് ആ ചെറുപ്പക്കാരി? എന്താണ് ഇന്ന് ജീവിക്കാൻ വേണ്ടിട്ടുള്ള ചേച്ചിയാട്ടിന് പണ്ട് പ്രേമം ഉണ്ടായിട്ടില്ലേ? എനിക്കിതൊക്കെ കേൾക്കുമ്പോ തന്നെ അറിയാം പാട്ട് പാടുമ്പോ തന്നെ. അല്ല അത് വെറുതെ, നമുക്കിതൊക്കെ അറിയാലോ. പഴയ ആൾക്കാര് ഏരിയവാന ആള്, നമുക്കിതെല്ലാം തിരിയും. സാരല്ല പോട്ടെ. അതങ്ങനെ ശശിയേട്ടനെ ഔട്ടായിട്ടുണ്ട്. നോക്കട്ടെ അടുത്ത ആരാ? ഹലോ ആരാ? ഓ സമാധാനായി. മലയാളിയാണോ? പേടിച്ച് കയറ്റിയാണ്. ഏതാ അക്ഷരം? CDHJLMO. അമ്മോ ഏതാ വേണ്ട പറഞ്ഞാലേ തുറക്കാൻ പറ്റുള്ളൂ. DD. പാട്ടിന്റെ പാലായി. പാടി ഇന്ന് നശിപ്പിക്കുന്നു പാട്ടിനെ. പാട്ടിന്റെ പാലാഴി പിന്നെ നമുക്ക് വാക്ക് തരും. ആ വാക്കിന്ന് അടുത്ത വാക്ക്, അടുത്ത വാക്ക്, അടുത്ത വാക്ക്, അങ്ങനെ 7 പാട്ട്. അറിയാവുന്ന വാക്കൊക്കെ പറ. അറിയാവുന്ന വാക്കുകൾ ഒരു പിന്നെ പാട്ടിന്റെ പാലാഴി സിമ്പിൾ അല്ലേ? അറിയുന്ന വാക്ക് തരാം ഞാൻ. അല്ല അത് ആദ്യത്തെ അല്ലേ അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ പാടുന്നതിൽ നിന്ന് എടുത്തിട്ടില്ലേ ഞാൻ തരുന്നുണ്ടാവുക? അതോ ഒരു അത് പക്ഷെ വേറെ ഗെയിമാ. ഒരു വാക്ക് ഒരു ലോഡ് പാട്ട് വേറെ ഗെയിമാ. ഇത് പാട്ടിന്റെ പാലായിയാ. മനസ്സിലായോ? വാക്ക് ഫസ്റ്റ് വാക്ക് തരും, പിന്നെ അതിൽ നിന്ന് പാടുന്നു, അതിൽ നിന്ന് വേറൊരു വാക്ക് എടുത്തു തരുന്നു, അങ്ങനെയാണ്. ഓക്കെ. ചന്ദ്രിക. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവ. എന്നാ ജീവ. ജീവ എന്ന് പറഞ്ഞൊന്നുമില്ല. ആ ജീവ അക്ഷരം ഞാൻ വാക്ക് തന്നു. ജീവ. ജീവയോ? ജീവ, ജീവൻ, ജീവിതം, 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 ജീവൻ, ജീവ, എന്ത് വേണം വെച്ചോ. പുതിയൊരു പാട്ടില്ലേ? ആ വരിയിൽ തന്നെ തുടങ്ങുന്നില്ലേ? പുതിയ പാട്ടോ? പുതിയെന്ന് പറഞ്ഞില്ല, കുറച്ച് പഴയ. ജീവ. ജീവയില് പിടിച്ചോ കിട്ടും. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, പാടണം. ഇതാണോ എഴുത്തിനിരുത്താണോ? ജീവാംശമായി. പാട് പാട് പാട്. അല്ലെ വേറെ പാടിക്കോ. ജീവൻ, ജീവിതം, ജീവൻ, എന്ത് വേണം പാടിക്കോ. ജിയാചാരെ പാടാൻ പറ്റൂല. ഞാനല്ലോ ഗെയിം മത്സരിക്കുന്നേ. പാട്. ജീവാംശമായി കറക്റ്റ് ആണ്, പക്ഷെ അത് കണ്ടിന്യൂ. അറിയത്തില്ല. വേറെ പാട്ട് പാട്. ജീവൻ. ജീവിതയാത്രക്കാര. യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോയി. സമയം കഴിഞ്ഞോ? എൻ ജീവനേ.
സമയം കഴിയാറായി. ശോ, എന്ത് എൻ ജീവനെ എന്നുള്ള പാട്ട് പാടായിരുന്നു. ചിരി ഉണ്ടായിരുന്നു. ജീവാംശമായി ഞാൻ എന്ന് പറയുന്ന പാട്ട്. അത് മനസ്സിലായി. കറക്റ്റ് ജീവനെ കൊണ്ട് നിർത്തി തന്നെ അത് കിട്ടുന്നുണ്ടോ കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. പക്ഷെ സാരമില്ല, കുഴപ്പമില്ല എന്തായാലും. പിന്നെ അപ്പൊ അവിടുന്ന് ജീവ വെച്ചിട്ടൊന്ന് ഇരുന്ന് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അടുത്ത ആളിലേക്ക് പോയോട്ടെ. കുറച്ച് ആൾക്കാർ തോക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ജയിക്കുന്നുണ്ട്. ഹലോ ഹലോ, ആരാ? റെൻഹ. എന്ത് ചെയ്യുന്നു മോളെ? പഠിക്കുക. എത്രാം ക്ലാസ്സില്? 6th. നന്നായി പഠിക്കുന്നുണ്ടോ? ആണോ? ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഏത് സ്കൂളിലാ? മിംസില്. ആ, ഞാൻ പേടിച്ചു. എന്റെ മോള് ഷാർജ ഇന്ത്യൻ സ്കൂൾ 6ാം ക്ലാസ്സില്. മോളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ എന്ന് അറിഞ്ഞോണ്ടല്ലോ. ആ, ഏതാ അക്ഷരം? സി ഉണ്ട്, എച്ച് ഉണ്ട്, ജെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, ഒ ഉണ്ട്. സീമതി. ഓ, സീമതി. എന്താ പേരെന്തായിരുന്നു? റെൻഹ. നാട്ടിലെവിടെയാ? കോഴിക്കോട്. ബിരിയാണി ഉണ്ടാക്കാറോ നമുക്ക്? ടോണി, നൈസ് ജോബ്. മോളെ പാട്ടിന്റെ പാലാഴിയാണേ. പഠിച്ചോനെ. അതായത് അങ്കിൾ ഒരു വാക്ക് തരും, ആ വാക്കിലൊരു പാട്ട് പാടുക. പാടിക്കൊണ്ടിരിക്കുമ്പോ അങ്കിൾ ആ പാട്ടിന്റെ അകത്തുനിന്ന് ഒരു വാക്ക് എടുത്തിട്ട് വീണ്ടും ഒരു വാക്ക് തരും. അങ്ങനെ 7 പാട്ട് പാടണം. അവിടെ ആരാ ഉള്ള ഹെൽപ്പ് ചെയ്യാൻ? ആരുമില്ലേ? എന്നാലും നോക്ക്, സിമ്പിൾ വാക്ക് തരാം ഫസ്റ്റത്തെ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. മഞ്ഞ്. സിമ്പിൾ. അത് തന്നെ. ആരുണ്ട് അവിടെ? ഉപ്പയുണ്ട് അവിടെ അല്ലേ? ആ, എന്നിട്ട് ആരും ഇല്ലെന്ന് പറഞ്ഞു. ഉപ്പനോട് പാടിത്തരാൻ പറ. ഉപ്പക്ക് കൊടുക്ക്. ഉപ്പ കരവര ശബ്ദത്തിൽ പാടട്ടെ. പാടു ഉപ്പ. ആ, പാട് ഉപ്പ, പാട്. തെറ്റിയാലും കുഴപ്പമില്ല. ഞാൻ എന്തെല്ലാം പൊട്ടത്തെറ്റ് പാടുന്നുണ്ട് ഇവിടുന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് പാടിക്കോളൂ. ഇത് ആരും കേൾക്കൂല. TV കാണുന്നവർ മാത്രമേ കേൾക്കുള്ളൂ. ഒരു 2 ലക്ഷം ആൾക്കാർ, അത്രേ ഉള്ളൂ. പേടിച്ചിട്ട് പോയതാണോ ഔട്ടായതാണോ അറിയാം. ഹലോ, നമസ്കാരം. ആരാ? ജസ്ന. ഏതാ അക്ഷരം എടുക്ക ജസ്ന? ഞാൻ ജെ തെരഞ്ഞെടുത്തോളൂ. ജസ്നയുടെ ജെ അല്ലെ. ജസ്ന എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യുക. എവിടെ? ഹലോ. എവിടെ, എന്തിൽ വർക്ക് ചെയ്യുന്നു? ഞാൻ ഇവിടെ ബ്ലൂ ഓഷൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ വർക്ക് ചെയ്യുക. ടീച്ചറാണോ? ടീച്ചറല്ല, ട്രെയിനിങ് കൺസൾട്ടന്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ വന്നിരിക്കുന്നത് മധുരം മലയാളമാണ്. മലയാളത്തിൽ മാത്രം സംസാരിക്കുക കൺസൾട്ടന്റ്. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ജസ്ന, നാട്ടിൽ എവിടെയാ ജസ്ന? ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴയിൽ വെള്ളം കയറും എല്ലാ വർഷവും? അറിയില്ല. വെള്ളം കയറുന്നൊന്നും അറിയില്ല. എവിടെയാണോ? ടോണി, ടൈമർ ഇട്ടില്ലടാ. 1 മിനിറ്റ് ഇട്ടിട്ട് തോപ്പിക്കാനായിരിക്കും അല്ലെ? ഓക്കെ, റെഡി, ടൈം ഇപ്പൊ ശരിയായി. ടോണി, ഓക്കെ. ഈ ആലപ്പുഴയിൽ എവിടെയാ? അരൂര്. അപ്പൊ ഈ അരൂര് നിങ്ങൾ MLA ആരാ? അതൊന്നും എനിക്കറിയില്ല. അതെന്താ അറിയാത്ത? നാട്ടിൽ പോവാറില്ലേ? ഇടയ്ക്ക് മാത്രമേ പോവാറുള്ളൂ. ഇവിടെയാണോ ജനിച്ചു വളർന്നതൊക്കെ? അതെ. ഓ, അത് ശരി. ഇവിടെ എവിടെയാ പഠിച്ചത്? അപ്പൊ ഏത് സ്കൂളിലാ പഠിച്ചത്? പുതിയ ഭാരതീയ മാതൃക വിദ്യാലയം. വലിയ കഷ്ടം. അനിയനോ ചേട്ടനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അനിയനുണ്ട്. അനിയൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോ? കല്യാണം കഴിഞ്ഞ്. അനിയന്റെയോ? അനിയന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. അനിയന് കല്യാണം കഴിച്ചു. അപ്പൊ ജസ്ന കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചു. കുട്ടികൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 കുട്ടികളുണ്ട്. മൂത്താള് 10ല്, രണ്ടാമത്തെ ആള് 10ാം ക്ലാസ് പഠിക്കണോ? എന്താണ്? സത്യമായിട്ട് സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ അടുത്ത് ജോലി ഇട്ടിട്ട് കേറി ആരോ ആണെന്നാ. സൗണ്ട് കേട്ട അങ്ങനെ പ്രായം തോന്നിയില്ല. ഹസ്ബൻഡ് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ? സ്വന്തം സ്ഥാപനമാണ്. എന്തിന്റെ കമ്പനിയാ? അലങ്കാരപ്പണികൾ. അഹങ്കാരപ്പണികളോ? അലങ്കാരപ്പണികൾ. അങ്ങനെ. ഓക്കെ. അനിയൻ എന്തിലാ വർക്ക് ചെയ്യുന്നേ? മധുരം ഉണ്ടാക്കുന്ന സ്ഥാപനത്തില്. മധുരം ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കമ്പനിയിലോ?
അതെ. കൊച്ചി കള്ളൻ ആള് പുള്ളിയുടെ വൈഫ് അവിടുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നോ? അല്ലല്ല, എന്റെ മോളാണ് ചിരിച്ചോണ്ടിരുന്നത്. ഓണോ? മോള് ആണോ മൂത്തത്? അതെ. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ല്. 10ല്. ഏത് സ്കൂളില്? ഞങ്ങൾക്ക് സ്വന്തം അവരോണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അതന്നെ. ആയിക്കോട്ടെ, ശരി, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായില്ലേ? ഉണ്ടായി. എന്നിട്ട് എപ്പോ എങ്ങനെ ഡ്യൂട്ടി ടൈം? രാവിലെ മതി 10 മുതൽ. മതി, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചു. ഞാൻ അച്ചോ, പോയി കട്ടായി പോയി. സോറി, എന്തോ പറഞ്ഞു വന്നിരുന്നു, കേട്ടില്ല. സോറി ജസ്ന എന്ന് പറഞ്ഞു. നാളെ വിളിച്ചിട്ട് പറയണേ, എന്താണെങ്കിലും നാളെ പറഞ്ഞോളൂ. നാളെയും 8:30 to 9:30 അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത ആളിലേക്ക് പോവാം. എന്താടാ ടോണി അങ്ങനെ ചെയ്തത്? നീ അതെന്ത് ഇതാണ് ചെയ്തത്? നീ അത് മാത്രമല്ല, നീ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് നീ അതിന്റെ ഇടയിൽ വെച്ച് 2 മിനിറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അതും 1 മിനിറ്റ് ആക്കി ചുരുക്കിയാണ്. നീ ഇങ്ങനെ ഈ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറിയിട്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നിൽക്കുന്നെങ്കിൽ ഞാൻ തോക്കാൻ വേണ്ടി തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രമേ നോക്കിയത്. കാരണം എന്നെ തോൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്, അതായത് എൻ്റെ വിജയത്തിന് അവർക്ക് ഭയങ്കര സങ്കടം. പൊതുവെ പാട്ടിന്റെ പരിപാടി വരുമ്പോൾ നിരഞ്ജൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ജസ്റ്റ് എന്തെങ്കിലും പാട്ടൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആളുകൾ പരാജയപ്പെട്ടപ്പോൾ നിരഞ്ജന്, ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ജാടിയിട്ടല്ലേ ഇറങ്ങാൻ, ആരും ജയിച്ചില്ല എന്നൊക്കെ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവരുടെ ശ്രമമാണ്. പക്ഷെ അമ്പേ പരാജയപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ശ്രദ്ധിച്ച് നിന്നതുകൊണ്ട് കറക്റ്റ് ഞാൻ ആ 1 മിനിറ്റ് കണ്ടുപിടിച്ചിട്ടാ. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമുണ്ടോ നോക്കട്ടെ. ഇനി ആകെ അത്ര അക്ഷരങ്ങൾ ബാക്കിയുള്ളൂ. ഉള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുകളിലത്തെ റോയിൽ ഒന്നും ബാക്കിയില്ല. ABCD കഴിഞ്ഞിട്ടുണ്ട്, EFG കഴിഞ്ഞിട്ടുണ്ട്, H ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, O ഉണ്ട്. ഹലോ 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 ആ TV-യിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിക്കാവോ? ഹലോ ഹലോ, നമസ്കാരം, ആരാണ്? നമസ്കാരം. 1 മിനിറ്റ്. 1 മിനിറ്റ് ഇല്ല. ഹലോ, വണക്കം. അമ്പോ ഇത് ആണുങ്ങളുമായി പെണ്ണുങ്ങളെ. വണക്കം, ആരാ? രഞ്ജിനി. നിങ്ങൾ ക്രോക്കഡൈൽ പാർക്കിൽ പോയിട്ട് ഫോട്ടോ ഇട്ടിട്ട് അതിനകത്ത് എവിടെയും താങ്ക് യു UBL എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ലല്ലോ. ஆமா எல்லாம் இருக்குங்க. நீங்க ഞാൻ ചോദിച്ചത് ഉത്തരം പറ. നിങ്ങൾ ക്രോക്കഡൈൽ പാർക്കിൽ പോയിട്ട് ഫോട്ടോസ് ഇട്ടിട്ട് അതിനകത്ത് എവിടെയും താങ്ക് യു UBL, താങ്ക് യു കളിക്കളം, താങ്ക് യു 3-in-1 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കണ്ടില്ലല്ലോ. നമ്മൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ട്ടാ. என்ன பேசுறது எனக்கு புரியவே இல்ல. എന്നെ തോപ്പിക്കല്ലേ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് നോക്കിയപ്പോ തമിഴ് പറഞ്ഞാൽ രക്ഷപ്പെടുന്നു. ഇല്ല, കള്ളക്കളി നല്ലോണം കളിക്കുന്നുണ്ട്. ഒരു പാട്ടിന്റെ പകുതിന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരാളെ പറ്റിച്ചു. ഏത് പാട്ടായിരുന്നു അത്? ഒരു പഴയ പാട്ടിന്റെ പകുതി ഇതാ പാടിയത്. ഞാൻ നോട്ട് ചെയ്ത് വെക്കണ വെച്ച് മറന്നുപോയി. അല്ല, അതെനിക്ക് ഓർമ്മയില്ലാണ്ട് പറ്റുന്ന. ഇതിനകത്ത് ഇപ്പൊ അക്ഷരം കണ്ടുപിടിക്കുക, അത് ശശീന്ദ്രേട്ടനായിരിക്കും. അതല്ല, നിങ്ങളൊക്കെ ഒരു ടീമാണോ? HLOM. മഞ്ജുവിന്റെ M. മഞ്ജു അല്ല, രഞ്ജു ആണല്ലോ. പിന്നെന്തിനാ M? രഞ്ജുവിന് എന്തിനാ M? അപ്പൊ M ആണ് എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. മാത്രമല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലല്ലോ മറ്റേ മുതലക്കുഞ്ഞിനെ കാണാൻ പോയിട്ട് ഫോട്ടോ ഇട്ടിട്ടൊന്നും ഇട്ടില്ല, മെൻഷൻ ചെയ്തില്ലല്ലോ നമ്മളെ. രണ്ടാമത് മെൻഷൻ ചെയ്തു. എപ്പോ? എപ്പോഴാണ്? ഞാൻ ആ ഫോട്ടോ ലൈക്ക് ചെയ്തിട്ട് കണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് ചെയ്തപ്പോ ഓർമ്മ വന്നിട്ടുണ്ടാവും ചിലപ്പോ. എന്നാ പിന്നെ അത് ചെയ്യണമെന്ന്. ദുഷ്ടനാണ് അയാള്. എന്ത് ചെയ്യാൻ പറ്റും? സൈറ്റല്ലേ പറ്റൂ. എനിക്ക് സൈറ്റല്ലേ പറ്റൂ. സൈക്കോന്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി സൈക്കോ ആണെ പറഞ്ഞു വിട്ടേക്കണം. 22 വർഷം ഞാൻ സഹിച്ചു. ഇനിയിപ്പോ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. പുള്ളി പറയണത് പുള്ളി സഹിക്കണമെന്നാ. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ. അതെ, ഇതിപ്പോ വന്നിരിക്കുന്ന എന്താണ്? കഥയും കഥാപാത്രം. അടിപൊളി കഥയും കഥാപാത്രമാണേ. ഓക്കെ. ഇത് 2 സിനിമയിലെ ഡയലോഗ്. അത് ഏത് സിനിമയാണെന്ന് പറയണം. ശരി. സിമ്പിൾ തരാം, നിങ്ങൾ ജയിക്കുകയാണോ നോക്കട്ടെ. ഓക്കെ, ഇതാണ് ചോദ്യം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അയ്യോ പത്തോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നിൽ 2 പുലി, കയ്യിലാണെങ്കിൽ ഒരു തോക്ക്, ഒരു ഉണ്ടയും. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. അങ്ങനെ കത്തി ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരൊറ്റ വെടി 2 പുലിയുടെ പള്ളയിൽ കയറി 2 പുലിയും ചത്തു. ഇത് മറ്റെന്തോ ഈ സിനിമ അറിയോ? ശിക്കാരി ശംഭു ആണോ? ആ ചിരി കേൾക്കുമ്പോ അറിയാ തെറ്റിയെന്ന്.
മേഘം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക പറയുന്ന ഡയലോഗാണിത്. ഓക്കെ അതെ, കുഴപ്പമില്ല. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇനി എപ്പോഴും ആരാണെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും സമ്മാനം കിട്ടിയതിന് ശേഷം നിങ്ങൾ ക്രോക്കഡൈൽ പാർക്കിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് #, നമുക്ക്. ഓക്കെ. ഹലോ, നമസ്കാരം. ആരാ? ഹംന. യെസ്. നമ്പർ അക്ഷരം പറ മോളെ. എച്ച് എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം എച്ച് എന്ന അക്ഷരം എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എച്ചിൽ കിടക്കുന്ന ആ ഗെയിം എന്താണോ അതാണ് ഹംന കളിക്കാൻ പോകുന്നത്. ഹംന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോളെ? 3ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ മോക്ക് പറ്റും. പാട്ടിന്റെ പാലായി ഉന്ന സ്പെഷ്യലാ ഗവനിച്ചിക്കറേ. പാട്ടിന്റെ പാലായി. മോള് പാട്ട് പാടാൻ അറിയോ? അപ്പൊ അങ്കിൾ ഒരു കാര്യം ചെയ്യാം. അങ്കിൾ ഒരു വാക്ക് തരാം. മോൾ ആ വാക്കിലുള്ള ഒരു 7 പാട്ട് പാടിയാൽ മതി കേട്ടോ. മോക്ക് കണ്ടിന്യൂ വാക്കുകൾ തരാൻ വേണ്ടി പറ്റൂലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തരാം. ഒരു വാക്ക് തരാം, ആ വാക്കുള്ള 7 പാട്ട് പാടിയാൽ മതി. മോള് വേറെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടോ? അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും? അവിടെ ആൾക്കാരുണ്ട്. ഓക്കെ. കണ്ണ്. മലയാളവും തമിഴും പാടാട്ടോ. കണ്ണ് എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. പാടാൻ അറിയാന്നല്ലേ ആദ്യം പറഞ്ഞത്. എന്നാ ഉമ്മാക്ക് കൊടുക്കും. ഉമ്മ അടുത്ത് പാടാൻ പറ. ഉമ്മാടെ പേരെന്താ? റാഷിദക്ക് പാടാൻ അറിയാം. ഉമ്മക്ക് കൊടുക്ക്. പാട്ടാണ് വന്നത്. അപ്പൊ പാട്. കണ്ണ് എന്ന വാക്ക് എവിടെയെങ്കിലും വരുന്ന പാട്ട് പാടായിരുന്നു. കട്ടീന്നാ. നിങ്ങൾ സ്വകാര്യം പാടാതെ ഉറക്കപ്പാട്. ഞാനും കൂടി കേക്കട്ടെ. കണ്ണേ കലൈമാനേ. ആ പാട്ട് പാടാം. ഇനി പാടാൻ പറ്റൂല, വേറെ പാടാം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. ഹലോ. ആരാ? ആർഷ. അക്ഷരം പറഞ്ഞോളെ. എൽ ഉണ്ട്, ഓ ഉണ്ട്. നോ എം. എൽ ഓർ ഓ? എൻ ഇല്ല. എൽ ഓർ ഓ? എൽ 2 1. ഓക്കെ. 2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ നിന്ന് താഴേക്ക്. ഓക്കെ. ഫ്രം 2 1. അതായത് 2 എന്ന് പറയുമ്പോ 1 എന്ന് പറയണം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറയണം. 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. 4 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയണം. 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. ഓക്കെ. 21. അങ്ങനെ പെട്ടെന്ന് പറയണം. ടൈം എടുക്കാൻ പാടില്ല കേട്ടോ. 33. അവിടെ അമ്മയുടെ അടുത്ത് മാറിയിക്കാൻ പറ. അമ്മ അവിടുന്ന് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് കേൾക്കാം. അങ്ങനെ പറഞ്ഞു തരുന്നത് പറയണേ. 59. അമ്മ അടുത്ത് ഉണ്ടാണ്ടിരിക്കാൻ പറ. 52 അല്ല, 58 ആണ് കേട്ടോ. 59 എന്ന് പറയുമ്പോ 58. കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. നമുക്ക് ഈ നമ്പർ ഗെയിം കുറച്ച് പ്രശ്നമാണ്. ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളായതുകൊണ്ട്. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ടി വിയിലൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കും. ആരാ ഇത്? എന്റെ പേര് ബിബിൻ ജോസഫ് അലക്സ്. ബിബിൻ ജോസഫ് അലക്സ് is only O. ഓപ്പൺ ദ ലെറ്റർ O. കാരണം ഒരേ ഒരു അക്ഷരം മാത്രമാണ് താങ്കൾക്ക് ബാക്കി വെക്കുന്നത്. എന്താണെങ്കിലും ഓയിൽ എന്താണ് വരുന്നത് നോക്കുക. എന്നോട് പറ കഥ. എന്നോടൊരു മലയാളം സിനിമയുടെ കഥ പറയുകയും ആ കഥ ഞാൻ കണ്ടുപിടിക്കാണ്ടിരിക്കുകയും ചെയ്താൽ താങ്കൾ വിൻ ചെയ്യും. സിനിമയുടെ കഥ ഞാൻ പറയണം? യെസ്, ഓഫ് കോഴ്സ്. ബട്ട് 2 മിനിറ്റിനുണ്ട് സിനിമയുടെ കഥ ഏകദേശം കറക്റ്റ് ആയിട്ട് പറയണം. തെറ്റിച്ച് പറയാൻ പാടില്ല. തെറ്റിച്ച് പറഞ്ഞ ഇവിടെ ജൂറി ഉണ്ട്, അവർ കണ്ടുപിടിക്കും. തെറ്റിച്ചൊന്നും പറയരുത്. കഥേന്റെ എന്തെങ്കിലും വഴിതിരിച്ചു വിടാനൊന്നും പാടില്ല. കറക്റ്റ് കഥ തന്നെ പറയണം. വേണ്ട. കഥ മാത്രം പറഞ്ഞാൽ മതി. സിനിമ പിന്നെ മലയാളം ആയിരിക്കണം. മൊഴിമാറ്റം ചെയ്തതാവാൻ പാടില്ല. മലയാള സിനിമ ആയിരിക്കണം. അത് 2 മിനിറ്റിനുള്ളിൽ ആ കഥ പറഞ്ഞു തീർക്കണം. 2 മിനിറ്റിനുള്ളിൽ ഞാൻ സിനിമ ഏതാന്ന് കണ്ടുപിടിച്ചില്ല, താങ്കൾ വിന്നർ. യെസ്, റെഡി. ടൈം സ്റ്റാർട്ട് നൗ.
ഓക്കെ, ഒരു നാട്ടിലേക്ക് ഒരു അച്ഛനും 3 മക്കളും താമസിക്കാൻ വരികയാണോ? നടന്നിട്ടാണോ? നടന്നിട്ടല്ല, അവര് ബസ്സിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അവര് അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പൊ ഈ അച്ഛൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഓക്കെ, അങ്ങനെ മകനെ പഠിപ്പിച്ച് ഒരു SI ആക്കാന്നുള്ളതാണ് അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം. പ്രശ്നമാണ്, സംഭവം പ്രശ്നമാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിലായി. അങ്ങനെ പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ മകൻ ഒരു ഗുണ്ടയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. അവസാനം ഇതിനൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ഇതിനൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ഇത് കിരീടമാണോ ചെങ്കോലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിനകത്ത് കിടക്കും. ചെങ്കോലിന് ഞാൻ അടുത്ത എപ്പിസോഡ് വിളിക്കുമ്പോൾ പറയാനില്ല. ഈ കിരീടമാണോ ചെങ്കോലാണോ എന്നുള്ളൊരു അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രശ്നം, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ വേറെ ഒരുപാട് സിനിമകളുണ്ട്. അമരമൊന്നും പറഞ്ഞത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിലുള്ള കണക്ക് പ്രകാരം ഒരെണ്ണം തീർന്നേ. ഒരു പ്രാവശ്യം തോറ്റിട്ടുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് വെറ്റ് വെച്ചിരുന്നു ഞാൻ എന്നെ ജയിക്കുമെന്ന്. അപ്പൊ ഷോർട്ട് ബ്രേക്ക് തിരിച്ചു വന്നിട്ട് കളങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പൊ ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് കുറച്ചധികം ആൾക്കാർ ജയിച്ചതുകൊണ്ട് തന്നെ ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ള സമ്മാനം ആർക്കാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ബ്രേക്ക്. Kadikalam. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. ഒരുപാട് ആളുകൾ ജയിച്ച എപ്പിസോഡ് ഞാൻ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട, ഒരുപാട് എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, ഇങ്ങനെ ഒരുപാടില്ല എന്ന് വിചാരിക്കണ്ട. എന്താ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരാൾക്ക് സമ്മാനം കൊടുക്കാം നമുക്ക്. ബാക്കിയുള്ളവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. സമ്മാനം കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ഗ്രീൻ ഒലീവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 dirhamsന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മജിലിസ് റെസ്റ്റോറന്റ് ഷാർജ റോള നൽകുന്ന ഡൈനിങ് ഡിന്നർ വൗച്ചർ കിട്ടും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉജാലയുടെ സമ്മാനം നേരിട്ട് വരികയാണെങ്കിൽ കിട്ടും. നീന ആണ് വിൻ ചെയ്തിരിക്കുന്നത്. നീന എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് നീനയാണോ? നീന, ഐ എം നോട്ട് റിമെമ്പർ. നീനയാണ് വിൻ ചെയ്തിരിക്കുന്നത്. നീന, കൺഗ്രാറ്റുലേഷൻസ്. നീനക്കാണ് നമ്മളെ ക്രോക്കഡൈൽ പാർക്കിലുള്ള സമ്മാനം കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും സമ്മാനമുണ്ട്. 800-825-825 നീനയും വിളിക്കാം, ബാക്കിയുള്ളവരും വിളിക്കാം. എന്നിട്ട് നേരെ സമ്മാനം. ഇപ്പൊ ക്രോക്കഡൈൽ പാർക്കാണ്, നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 800-825-825 വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അവർക്ക് കൊടുക്കുകയും അവർ പിന്നീട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ജയിച്ച ബാക്കിയുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ.